നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും. ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കുപരിയായി വസിക്കുന്ന നിർമ്മലയും വിശുദ്ധയുമായ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ സഭ പ്രത്യേകമായി അനുസ്മരിക്കുന്ന നോമ്പാണല്ലോ വിശുദ്ധ ശൂനായ നോയമ്പ്. ഈ ദിനത്തിൽ വിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവെച്ചുകൊള്ളട്ടെ. വചനമായ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് തൻ്റെ ഉദരത്തിൽ വഹിച്ച് ബേത്ലഹേമിൽ പ്രസവിച്ച് നസ്രയത്തിൽ വളർത്തി ക്രൂശിനോളം തൻ്റെ പുത്രനെ അനുധാവനം ചെയ്ത് കഷ്ടതയാകുന്ന ക്രൂശിൽ കുന്തമേറ്റവളായിരുന്നു വിശുദ്ധ ദൈവമാതാവ്. തൻ്റെ ജനത്തിൻ്റെ വിമോചകനായ ഒരു മഷിയ രാജകൊട്ടാരത്തിൽ ജനിക്കുമെന്നും ആ രാജകുമാരനെ സ്വീകരിക്കാൻ രാജ്ഞിമാർ കാത്തിരുന്ന കാലത്ത് കന്യകമറിയാം എന്ന ബാലികയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്ത് ദൈവപുത്രൻ തന്നെ അമ്മയുടെ ഉദരത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ചെയ്തത്. സാധാരണ ഒരു ബാലികയിൽ നിന്നും വിശുദ്ധ ദൈവമാതാവിൻ്റെ പദവിയിലേക്ക് കന്യകമറിയാം ഉയർത്തപ്പെട്ടെങ്കിൽ ജീവിതത്തിലെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും കണ്ണുനീരിനെയും മുള്ളുകളെയും ഹൃദയത്തിലൊരു വാൾ കടക്കുമെന്ന് പറഞ്ഞതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെത്താൻ തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയായും പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിട്ടും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നിർമ്മല മണവാട്ടി ആയിട്ടുമാണ് കന്യകമറിയാം മാറ്റപ്പെടുകയാണ് ചെയ്തത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവദൂതനായ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ് അഭിസംബോധന ചെയ്തത്. സ്വർഗവും സ്വർഗീയ നാഥനും സ്വർഗീയ ദൂതനും കന്യകമറിയാമിനെ സാക്ഷിക്കുകയാണ് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണെന്ന്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-41 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി. അപ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് സാക്ഷിക്കുകയാണ് കന്യകമറിയാം കർത്താവിൻ്റെ അമ്മയാണെന്ന്. ഇങ്ങനെ പിതാവായ ദൈവവും പുത്രനായ ദൈവം ഇറങ്ങി വസിച്ചതും പരിശുദ്ധാത്മാവാം ദൈവം സാക്ഷിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയെ. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിനും ദൈവിക പദ്ധതിക്കും സ്വയം സമർപ്പിച്ചവളായിരുന്നു. ദൈവഹിതത്തെ സ്വന്തം ഹിതമായി സ്വീകരിച്ചവളായിരുന്നു. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയും മാതാവ് നൽകുന്ന സന്ദേശവും നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-5 മുതലുള്ള വാക്യങ്ങളിൽ കനാവിലെ കല്യാണത്തിന് പരിശുദ്ധ അമ്മ പരിചാരകരോട് ഇപ്രകാരം പറയുന്നതായി വായിക്കുന്നുണ്ടല്ലോ: അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നതാണ് ഈ വാക്യം. കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിക്കുക. ഒബേ വാട്ട് ഹി സേസ്. മാതാവ് തൻ്റെ ജീവിതം വിശുദ്ധിയോട് ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പൂർണ്ണമായി നൽകുവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ കാട്ടിത്തരുന്ന ഈ വിശുദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമുക്ക് അനുവർത്തിക്കാം. വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത വളരെ അനുഗ്രഹകരമാണ്. അത് അനേകം ജനങ്ങളുടെ അനുഭവമാണ്. ആ അമ്മയുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലും കോട്ടയും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.